നമസ്കാരം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഓട്ടോമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റിലും റീൽസിലും ഒക്കെ കമന്റ് ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കമന്റ് ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നമുക്ക് കമന്റ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് DM ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റം വന്നതിന് ശേഷം ഒരുപാട് പേര് നല്ല രീതിയിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നല്ല പൈസ മുടക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് ഓട്ടോമേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് മെനിചാറ്റ് ആണ്. മെനിചാറ്റ് തുടക്കത്തിൽ പെർ മന്ത് 700 rupees ഒക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു സക്സസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിന്റെ അത്രയും എമൗണ്ട് ആണ് ഇവർ ഓരോ മാസം ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ മെനിചാറ്റ് യൂസ് ചെയ്യുന്നത് നിർത്തി. അതിനുശേഷം പല ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമുകൾ ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഇപ്പൊ ഞാൻ പ്രസന്റ് ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഇതുവരെ യൂസ് ചെയ്തതിൽ വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിൽ എങ്ങനെയാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ആദ്യത്തെ കുറച്ച് ഓട്ടോമേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെയാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നിയാണെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോ പ്ലാനുകൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോ പ്ലാൻ പർച്ചേസ് ചെയ്യാനും 499 രൂപയ്ക്ക് നമുക്ക് 1 മന്തിലേക്ക് ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് അവൈലബിൾ ആണ്. അതിൽ വീണ്ടും ഒരു ഓഫർ വരുന്നുണ്ട്. നമ്മൾ ഒരു മാസത്തേക്ക് ഇത് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ മാസം 99 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ 99 രൂപയ്ക്ക് ഫസ്റ്റ് മന്ത് യൂസ് ചെയ്യുക. അത് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് 499 രൂപ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതിന്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് പ്ലാനാണ് ബെറ്റർ ആയിട്ടുള്ളതെന്ന്. അപ്പൊ അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോമുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും റേറ്റ് കുറവായിട്ട് തോന്നിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റിൽ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ പേര് കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ അഡ്രസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള കാറ്റഗറി ഇവിടെ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ ഹാൻഡിൽ നെയിം കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ സൂപ്പർ പ്രൊഫൈൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കുറെ ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഓട്ടോ DM വേണ്ടിയാണോ, അല്ല എന്നുണ്ടെങ്കിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനാണോ, എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഓട്ടോ DM സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ എവിടെയാണ് നമ്മൾ ഓട്ടോ DM കുറിച്ച് അറിഞ്ഞത് കേട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇതിൽ സൈൻ അപ്പ് കംപ്ലീറ്റ് ആയി. ഇതിൽ സൈൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ DM സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി ഈ സൈറ്റിനെ. അതിനോടൊപ്പം തന്നെ ഇവിടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഈ ഒരു സൈറ്റിൽ തന്നെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ലോഞ്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റോർ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ഇന്ന് നമുക്ക് എങ്ങനെ ഓട്ടോ DM ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഓട്ടോ DM എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണക്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണിക്കും. ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ യൂസ് അനദർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പാസ്വേഡ് വീണ്ടും കൊടുക്കാൻ പറയുന്നു. വീണ്ടും ഞാൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്തു. പാസ്വേഡ് എൻ്റർ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സേവ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയി വന്നു. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയി. സാധാരണ നമ്മൾ കണക്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് സൂപ്പർ പ്രൊഫൈലിൽ കണക്ട് ആയി എന്ന് പറഞ്ഞ് കാണിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും സൂപ്പർ പ്രൊഫൈൽ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ കണക്ട് യുവർ IG എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഈ ഓപ്ഷൻ വരേണ്ടതാണ്. ചില കേസിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ അഥവാ ഇത് കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു ഇന്റർഫേസ് വരുമ്പോൾ അതിൽ അലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സൂപ്പർ പ്രൊഫൈലും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. എനിക്കപ്പം വളരെ ഈസി ആയിട്ട് ഇനിയും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസിൽ ഓട്ടോ DM ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇൻസ്റ്റഗ്രാം ഇവിടെ ഓട്ടോ DMന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ലിങ്ക് ഒന്നും കോപ്പി ചെയ്യാതെ നമുക്ക് ഏത് പോസ്റ്റിലാണോ ഓട്ടോ DM ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ DM സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പോസ്റ്റ്, റീല്, സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം ലൈവ്, DMs എല്ലായിടത്തും ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റീലിൽ ഓട്ടോമേഷൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. സെറ്റപ്പ് ഓട്ടോമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനൊരു ഇന്റർഫേസ് വന്നിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് കമന്റ് ഷുഡ് ട്രിഗർ ദിസ് ഓട്ടോമേഷൻ, ഏത് ടൈപ്പ് കമന്റ് ആണ് ട്രിഗർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിവിടെ വിത്ത് സ്പെസിഫിക് കീവേഡ് കൊടുക്കാം. അതായത് നമ്മൾ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വാക്ക് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോ DM കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡ് മാത്രമായിട്ട് ഇവിടെ കീവേഡ് കമന്റ് ചെയ്യാൻ പറ്റും. ഇനി എനി കമന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെന്ത് കമന്റ് ചെയ്താലും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ലിങ്കോ അല്ലെങ്കിൽ ഫോട്ടോ എന്തോ ആയിക്കോട്ടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ സ്പെസിഫിക് കീവേഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോപ്പർ എന്നുള്ള ഒരു കീവേഡാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റർ ചെയ്തു. ഇതിന്റെ ഫ്രീ വേർഷൻ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ആഡ് 1 കീവേഡ് പെർ ഓട്ടോമേഷൻ ഓൺ ഫ്രീ പ്ലാൻ. അതായത് ഫ്രീ പ്ലാനിൽ നമുക്ക് 1 കീവേഡ് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ റിപ്ലൈ ടു കമന്റ് ഓൺ ദ പോസ്റ്റ്, അതായത് ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് റിപ്ലൈ ആണ് പോകേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ കസ്റ്റമൈസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ കമന്റിന് റിപ്ലൈ ആയിട്ട് പോകേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കൊടുത്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ DM ടൈപ്പ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ്, ബട്ടൺ, ഇമേജ്, വീഡിയോ, കാർഡ്, വോയിസ് മെസ്സേജ് അങ്ങനെ കുറെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ലാസ്റ്റിലത്തെ 3 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രീമിയം വേർഷൻ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അതേ DM കണ്ടന്റ് എന്താണെന്നുള്ളത് ദാ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, ഫ്രീ വേർഷൻ യൂസ് ചെയ്യുമ്പോൾ സെൻഡ് വയ സൂപ്പർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ വരും. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇവിടെ ആഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണോ സെല് ചെയ്യാൻ പോകുന്നത് അതിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു പ്രൊജക്ടറിന്റെ വീഡിയോയിലാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രൊജക്ടറിന്റെ ലിങ്ക് ആളുകൾക്ക് എത്തുന്ന രീതിയിൽ അത് ഞാനിവിടെ ഓട്ടോമേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാനിവിടെ കൊടുത്തു. ആഡ് അനദർ ബട്ടണിലുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വേറെ ബട്ടൺസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. പക്ഷേ അതിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ക്ലിക്ക് മീ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ഹിയർ എന്ന് കൊടുക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത ഓട്ടോമേഷൻ സെൻഡ് ആകാനായിട്ട് പോകുന്നത്. അതായത് ഇങ്ങനെ വരുന്നു, ഹൈ ദർ, അപ്രിഷിയേറ്റ് യുവർ കമന്റ് ആസ് പ്രോമിസ്ഡ്, ഹിയർ ഈസ് ദ ലിങ്ക് ഫോർ യു. അതിന് താഴെയായിട്ട് ക്ലിക്ക് മീ എന്ന് പറഞ്ഞ് ലിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ആൻഡ് ലോഞ്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഓട്ടോ DM ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓട്ടോമേഷൻ. ഇതിൻ്റെ എല്ലാ അനലിറ്റിക്സും ഡേറ്റയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സ്റ്റാറ്റസ് എനേബിൾഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമേഷൻ ഡിലീറ്റ് ചെയ്യാം. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാം, അതേപോലെ റീനെയിം ചെയ്യാം, പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ഇത് ഓരോ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പെൻ ഐക്കൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇത് നമുക്ക് പോയിട്ട് എഡിറ്റ് ചെയ്ത് വീണ്ടും ഇത് ലൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പം ചെയ്ത് കാണിച്ചത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. എത്ര ഓട്ടോമേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൽ ഒന്നും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രോ വെർഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അൺലോക്ക് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്രിയേറ്റർ വേർഷൻ ഉണ്ട്, അതേപോലെ തന്നെ പ്രോ വേർഷനും ഉണ്ട്. പ്രോ വേർഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 8333 രൂപയാണ് പെർ മന്ത് കൊടുക്കേണ്ടത്. പക്ഷേങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, അതിലൂടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ 499 രൂപയുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അൺലിമിറ്റഡ് ആക്സസ് ടു അഡ്വാൻസ്ഡ് ഓട്ടോ DM ഫീച്ചർ കിട്ടും. അതേപോലെ സെൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ്, അതായത് കോഴ്സ് സെല് ചെയ്യാനും ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യാനുള്ള സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് ലീഡ്സ് വയ ലീഡ് മാനേജ്മെന്റ്, അങ്ങനെ 3-4 ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇതിൽ ലഭിക്കുക. പക്ഷേ പ്രോയിലേക്ക് വരുന്നുണ്ട് ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്രയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ഈ ഒരു കാര്യമാണ്, ഓട്ടോ DM ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 499 ഇത് ഓർത്താണ്. ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് 99 രൂപയ്ക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു മാസം ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് വെറും 99 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ DM ആക്ടിവേറ്റ് ചെയ്ത് ഫുൾ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഇനി ഒരു മാസത്തിന് ശേഷം ഇത് യൂസ്
ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് ഓട്ടോ പേയ്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം 99 രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം 500 രൂപ വെച്ച് 499 രൂപ വെച്ചായിരിക്കും കട്ട് ചെയ്യുക. ഇത് മന്ത്ലി പ്ലാൻ ആണ്. ആനുവലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ടിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇനി 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വെറും 99 രൂപയ്ക്ക് ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.